ശാന്തി. ഒരിക്കൽ ഒരു ബാർബർ മുടി വെട്ടി കിട്ടുന്ന അല്പം പൈസ കൊണ്ട് തൻ്റെ ഗ്രാമത്തിൽ ഒരു കൊച്ചു മൺകുടിലിൽ ജീവിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും നല്ല കഠിനാധ്വാനികളായിരുന്നു. പകൽ മുഴുവൻ പണിയെടുത്ത് കിട്ടുന്ന പൈസയിൽ ചിലവഴിക്കുകയും അല്പം എന്തെങ്കിലുമൊക്കെ സംരക്ഷിച്ചുകൊണ്ട് നാളെ ഒരു ധനികരാവണം എന്നൊരാഗ്രഹം അയാളുടെ മനസ്സിലുണ്ടായി. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. അയാളുടെ നല്ല കർമ്മത്തിൻ്റെ ഫലമെന്നോണം ആ രാജ്യത്തെ രാജാവിൻ്റെ ബാർബറായിട്ട് അയാളെ തിരഞ്ഞെടുത്തു. രാജകൊട്ടാരത്തിൽ പണി കിട്ടിയോടുകൂടി രാജാവ് അയാളുടെ കർമ്മത്തിൽ സന്തുഷ്ടനാവുകയും പലപ്പോഴും നിറയെ സ്വർണ്ണ നാണയങ്ങളുമൊക്കെ ഗിഫ്റ്റായിട്ട് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഇഷ്ടം പോലെ പൈസ വന്നപ്പോൾ ഇവർ ഈ പൈസേനെ സ്വരൂപിച്ച് നല്ല അല്പാൽപ്പം നല്ല സ്ഥിതിയിലേക്ക് എത്താൻ തുടങ്ങി. അപ്പോൾ വിചാരിക്കുകയാണ്, ഇത്രയും സ്വർണ്ണ നാണയങ്ങൾ ഒന്നിച്ചു വെച്ച് ഒരു ദിവസം നമുക്ക് നല്ല പണക്കാരാവണം, അതുകൊണ്ട് നമുക്കിത് എടുത്തു വെക്കാമെന്ന്. അങ്ങനെ ഒരു ദിവസം രാജകൊട്ടാരത്തിന് മുടി മുറിച്ച ശേഷം തിരിച്ചു വരുമ്പോൾ ഒരു മരത്തിൻ്റെ മുകളിൽ നിന്നൊരു ശബ്ദം കേൾക്കുകയാണ്, നിനക്ക് ധനികനാവണം എന്ന് നല്ല ആഗ്രഹമുണ്ടല്ലേ? അപ്പോൾ പറയും, തീർച്ചയായിട്ടും എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, ഇപ്പം തന്നെ നിൻ്റെ വീട്ടിലേക്ക് ചെന്ന് നോക്ക്, എൻ്റെ വക നിനക്ക് 7 കുടം നിറയെ സ്വർണ്ണ നാണയങ്ങൾ ഗിഫ്റ്റായിട്ട് കിട്ടുന്നതാണ്. ചുറ്റും നോക്കി ആരെയും കാണാനില്ല, ശബ്ദം മാത്രമേ കേൾക്കുന്നുള്ളൂ. അയാൾ വീട്ടിലേക്ക് ഓടി, നടന്നു എന്ന് പറഞ്ഞുകൂടാ, ഓടിയെത്തി. വീട്ടിൽ വരുമ്പോഴത്തേക്കും ഭാര്യ സന്തോഷത്തോടെ പുറത്തേക്ക് വന്ന് പറയുകയാണ്, എന്ത് അത്ഭുതം സംഭവിച്ചതെന്ന് അറിയില്ല, നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ 7 കുടങ്ങൾ, 7 നിറച്ചു സ്വർണ്ണ നാണയങ്ങൾ. അയാൾക്ക് സത്യമാണോ അതോ സ്വപ്നമാണോ എന്നറിയാൻ കയ്യിലൊക്കെ ഒന്ന് പിച്ചൊക്കെ നോക്കി. സത്യമാണ്, വേദനിക്കുന്നുണ്ട്, ശരിയാണല്ലേ. അകത്ത് പോയി നോക്കുമ്പോൾ 6 കുടം ഫുള്ളാണ്. ഒരു കുടത്തിൻ്റെ ഉള്ളിൽ പകുതി മാത്രമേ ഉള്ളൂ. അപ്പം അയാൾ ഭാര്യയോട് പറയും, ഇത്ര കാലം നമ്മൾ അധ്വാനിച്ചിട്ട് ഒരു കുടം സ്വർണ്ണം ഉണ്ടാക്കാൻ പോലും നമുക്ക് സാധിച്ചില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, നന്നായിട്ട് അധ്വാനിച്ച് ഈ പകുതി കുടത്തിന് കൂടെ നിറയ്ക്കാം, എന്നിട്ട് നമുക്ക് നല്ലൊരു വീടും നല്ല സമ്പാദ്യമൊക്കെ ആവാം. അപ്പോൾ അയാൾ രാജകൊട്ടാരത്തിൽ പോയി പണിയെടുത്തപ്പോൾ കിട്ടിയ പല ആഭരണങ്ങളും വൈഫിന് ഗിഫ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പരിശ്രമിച്ച് നോക്കി എത്ര നാണയം അതിൽ കൊണ്ടിടുമ്പോഴും അതിങ്ങനെ അരകുടമായി തന്നെ നിൽക്കുക. അപ്പോൾ ഭാര്യയോട് പറഞ്ഞു, നമ്മുടെ അധ്വാനം കൊണ്ടിത് നിറയാൻ ഒരുപാട് കാലമെടുക്കും, നീ ഒരു കാര്യം ചെയ്യ്, നിൻ്റെ ആഭരണങ്ങളൊക്കെ താൻ ഞാനത് ഉരുക്കി സ്വർണ്ണ നാണയമായിട്ട് നോക്കട്ടെ, അത് നിറയേയിരിക്കുന്നു. അയാൾ ആഭരണമൊക്കെ കൊണ്ടുപോയി ഉരുക്കി കൊണ്ടുവന്ന് കുടത്തിലിട്ടു. അപ്പോഴും കുടം പകുതി. അപ്പോൾ അയാൾക്ക് വിഷമമായി. അയാൾ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, ഇതുകൊണ്ടൊന്നും അറിയില്ലായിരിക്കാം, നമുക്ക് ചിലവ് ചുരുക്കിയിട്ട് ആ പൈസ കൂടെ ഇതിലിട്ട് നോക്കാമെന്ന് പറയും. അങ്ങനെ ആഹാരം പേരിന് മാത്രം കഴിച്ചു. അവർ രണ്ടാളും ദിവസം കഴിയും തോറും മെലിഞ്ഞ് അവശരാവാൻ തുടങ്ങി. എന്നിട്ടും കുടം നിറയുന്നില്ല. അപ്പോൾ ഒരു ദിവസം രാജാവ് ചോദിച്ചു, നീ ഇവിടെ വന്നപ്പോൾ നല്ല സ്മാർട്ടായിരുന്നല്ലോ, അപ്പോൾ നന്നായി ക്ഷീണിച്ചു പോയിരിക്കുന്നു, എന്ത് പറ്റിയെന്ന് പറയും. അപ്പോൾ ഇയാൾ പറയും, എനിക്ക് അങ്ങ് തരുന്ന പൈസ കൊണ്ട് എൻ്റെ ചിലവ് കഴിയാനാവുന്നില്ല. അപ്പോൾ രാജാവ് ഉടനെ തന്നെ ആജ്ഞ പുറപ്പെടുവിച്ചു, എത്ര കൊടുക്കുന്നുണ്ടോ ഇവന് അതിൻ്റെ ഇരട്ടി കൊടുത്തേക്ക്, ഇവനങ്ങനെ ക്ഷീണിക്കരുത് എന്ന് പറയും. അങ്ങനെ ഇരട്ടി കൊടുത്തു. ഈ ഇരട്ടി നാണയവും കൊണ്ട് കുടത്തിലിട്ടു. അപ്പോഴും കുടം നിറയുന്നില്ല. ഒരു ദിവസം ഇവൻ മെലിഞ്ഞ് കാണാൻ പറ്റാതായി തുടങ്ങി. രാജാവ് ചോദിക്കുകയാണ്, ഇവൻ മുടി വെട്ടുന്ന സമയത്ത് ഫുൾ ടെൻഷനിലാണ്, ചിന്തയിൽ മുടി വെട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ രാജാവ് ചോദിക്കുക, അല്ല, ഞാൻ കുറച്ച് ദിവസമായി നിന്നെ ശ്രദ്ധിക്കുന്നുണ്ട്, നീ വന്നപ്പോൾ വളരെ സന്തോഷവാനാണെങ്കിൽ ഇപ്പോൾ വളരെയധികം ചിന്താധീനനാണ്, നിനക്ക് ആ 6 കുടം 7 കുടം സ്വർണ്ണമൊന്നും കിട്ടിയിട്ടില്ലല്ലോ അല്ലേ? അവൻ ഞെട്ടിപ്പോയി. രാജാവിന് എങ്ങനെ അറിയാം 7 സ്വർണ്ണ കുടം കിട്ടുന്നത്? അവർ, അല്ല, എനിക്ക് കിട്ടിയിരുന്നു ഒരിക്കൽ. ആ മരത്തിൻ്റെ താഴെ കൂടെ പോകുമ്പോൾ മോളിൽ നിന്ന് എന്നോടൊരു സത്വം ചോദിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് സ്വർണം വേണമെന്ന്. ഞാനും അത്യാഗ്രഹം കൊണ്ട് അത് കിട്ടിയാൽ കൊള്ളാമെന്ന് പറഞ്ഞു. 6 കുടം നിറച്ചും 7ാമത്തെ കുടം പകുതിയും വന്ന് ഞാൻ എത്ര ധനിടുന്നതും അതില്ലാതായിക്കൊണ്ടിരിക്കുക. എനിക്ക് മനസ്സിലായി ഇതെന്തോ അബദ്ധമാണെന്ന്. ഞാൻ തിരിച്ചാ മരത്തിൻ്റെ അടുത്ത് പോയി ചോദിച്ചു, ഞാൻ ആ 7ാമത്തെ കുടം നിറയ്ക്കാൻ എത്ര നാണയം ഇട്ടിട്ടെന്ന് അറിയുന്നില്ലല്ലോ, എന്നാൽ പിന്നെ ആ സ്വർണ്ണമൊക്കെ ഞാൻ ചിലവഴിച്ചോട്ടെ എന്ന് ചോദിച്ചു. ഒന്നും മിണ്ടാതെ ആ സത്വം അവിടുന്ന് പോയി. അപ്പോൾ ഞാൻ തിരിച്ചുത്തരം പറഞ്ഞു, നിൻ്റെ കുടവും സ്വർണ്ണവും എനിക്ക് വേണ്ട, നീ തിരിച്ചെടുത്തോളൂ എന്ന് പറഞ്ഞു. ആ സമയം എൻ്റെ കുടങ്ങളും സ്വർണ്ണവും അപ്രത്യക്ഷമായി. അതുകൊണ്ട് നീയും ആ ഒരു അബദ്ധത്തിൽ പോവാതെ അധികം വൈകാതെ ഉള്ളതൊക്കെ വീണ്ടും നീ എടുത്തോ, അതാ നന്നായിരിക്കുക എന്ന്. അപ്പോൾ ഇയാൾ ഓടിച്ചെന്നു മരത്തിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, നിൻ്റെ ആ 7 കുടവും എനിക്ക് വേണ്ട, നീ തിരിച്ചെടുത്തോളൂ എന്ന്. അയാൾ തിരിച്ചെടുത്തു. പറഞ്ഞതും അയാളുടെ കുടം അപ്രത്യക്ഷമായി. പക്ഷേ അപ്പോഴത്തേക്കും അതുവരെയുള്ള അയാളുടെ സമ്പാദ്യം, അതുവരെ കൊട്ടാരത്തിന് കിട്ടിയ സമ്മാനം എല്ലാം പോയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുപോലെ സ്ഥൂലമായിരിക്കുന്ന വസ്തുക്കളുടെ സാധനത്തിൻ്റെ പിന്നാലെ പോകുമ്പോൾ നമ്മൾ അത്യാഗ്രഹം എന്ന ഒരു കാര്യം കൊണ്ടാണ് യാത്രയാകുന്നതെങ്കിൽ
ഈ കുടം നമ്മുടെ അത്യാഗ്രഹത്തിൻ്റെ പ്രതിഫലമാണ് കാണിക്കുന്നത്. ആഗ്രഹങ്ങളാവാം, ലക്ഷ്യം നേടാൻ വേണ്ടതായിട്ടുള്ള കഠിനാധ്വാനമാവാം. എന്നാൽ കുറുക്ക് വഴികളിലൂടെ, കുബുദ്ധിയിലൂടെ നമ്മൾ സ്വയം നമ്മളെ മറന്നുകൊണ്ട് മനസ്സിൽ ദാരിദ്ര്യവും കുടത്തിൽ സ്വർണ്ണ നാണയവും നിറയ്ക്കാൻ നോക്കിയാൽ ഒരിക്കലും നിറയില്ല. മനസ്സാണ് ആദ്യം നിറയേണ്ടത്. സമൃദ്ധി നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ് ജനിക്കേണ്ടത്, സങ്കല്പത്തിൽ നിന്നാണ് ജനിക്കേണ്ടത്. അതുകൊണ്ട് ലക്ഷ്യം വയ്ക്കാം, ലക്ഷ്യത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യാം, വിഷ്വലൈസ് ചെയ്യാം, എനർജൈസ് ചെയ്യാം, ചാർജ് ചെയ്യാം. പക്ഷേ അതിനുവേണ്ടി സ്വയം നമ്മളില്ലാതാകുന്ന ഒരവസ്ഥ, നമ്മളെല്ലാം മറന്നുകൊണ്ട് അതിനുവേണ്ടി ആവലാതി പിടിക്കുന്ന ഒരവസ്ഥ, അതിനുവേണ്ടി വറീഡാവുന്ന ഒരവസ്ഥ, അത് വന്നാൽ നമ്മുടെ കുടം കാലിയാവുകയുള്ളൂ, ഒരിക്കലും നിറയില്ല. അതുകൊണ്ട് ഉള്ളതിലെല്ലാം നല്ലതാണ്, സമൃദ്ധിയാണ്. അതുകൊണ്ട് ഉണ്ട് എന്ന ഫീലിങ്ങിൽ നിന്നാണ് നമുക്ക് സമ്പന്നത വരേണ്ടത്, അല്ലാതെ എനിക്ക് നിറയ്ക്കണം എന്ന വിചാരത്തിൽ നിന്നല്ല. അതുകൊണ്ട് നിറയ്ക്കണം എന്നും ഇല്ല എന്നുള്ള ഫീലിങ്ങും ഇല്ലാതാക്കുക, എനിക്കുണ്ടെന്നും ഞാൻ റിച്ചാണെന്നുള്ള ഫീൽ ചെയ്യൂ. എന്നാൽ എല്ലാ ധനവും നമ്മുടെ അടുത്ത് ഒഴുകി വരും, നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും നടക്കുകയും ചെയ്യും. നിങ്ങൾക്കങ്ങനെ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.